നിങ്ങൾ കുറച്ച് അടുത്ത സുഹൃത്തുക്കളോടൊപ്പം ഒരു റൂമിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കൂ. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ആ റൂമിൽ ഇരിക്കുന്ന നിങ്ങളെ അറിയാവുന്ന ആളുകൾ നിങ്ങളുടെ ആബ്സെൻസിൽ നിങ്ങളെപ്പറ്റി എന്താവും പറയുന്നുണ്ടാവുക? നിങ്ങളുടെ ക്വാളിറ്റീസിനെ പറ്റി, അതല്ലെങ്കിൽ നിങ്ങളോടുള്ള ട്രസ്റ്റിനെ പറ്റി. അതാണ് നിങ്ങളാവുന്ന ബ്രാൻഡ്. ഇനി ഇവിടെ നിങ്ങൾക്ക് പകരം നിങ്ങളുടെ കമ്പനിയാണെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഓർ സർവീസിനെ കുറിച്ച് എന്താണ് പൊതുജനാഭിപ്രായം? നിങ്ങളില്ലാത്ത സമയത്ത് അവർക്ക് എന്താണ് നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് പറയാനുള്ളത്? ബ്രാൻഡിനെ പലരും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെഫിനിഷൻ ജെഫ് ബെസോസ് പറഞ്ഞതാണ്. യുവർ ബ്രാൻഡ് ഈസ് വാട്ട് പീപ്പിൾ സേ അബൌട്ട് യു വെൻ യു ആർ നോട്ട് ഇൻ ദ റൂം. ബ്രാൻഡിനെ കുറിച്ചുള്ള സിമ്പിൾ യെറ്റ് പവർഫുൾ ഡെഫിനിഷൻ. അപ്പോൾ അതാണ് ബ്രാൻഡ്. എന്നാൽ പിന്നെ ബ്രാൻഡിങ് എന്താണെന്ന് ഇനി നോക്കാം. ഒരു ബ്രാൻഡിനെ സൃഷ്ടിക്കാൻ നടത്തുന്ന പ്രോസസ്സാണ് ബ്രാൻഡിങ്. പലർക്കും ബ്രാൻഡിങ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് ലോഗോ, ക്യാപ്ഷൻ, കളർ തീം എന്നൊക്കെയായിരിക്കും. ലോഗോ നിങ്ങളുടെ കമ്പനിയെ തിരിച്ചറിയാൻ സഹായിക്കും. കളർ പാലറ്റ് നിങ്ങളുടെ ബ്രാൻഡിനെ ഓർമ്മയിൽ നിൽക്കാൻ സഹായിക്കും. ടാഗ് ലൈൻ നിങ്ങളുടെ ബ്രാൻഡ് എന്താണ് പറയുന്നത് എന്ന് വ്യക്തമാക്കും. ഇവയൊക്കെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയുടെ എലമെൻറ്റ്സ് മാത്രമാണ്. പക്ഷേ റിയൽ ബ്രാൻഡിങ് ഇതിലും വളരെ വലുതാണ്. നിങ്ങളുടെ പ്രൊഡക്ട്സ് ഓർ സർവീസിൻ്റെ ക്വാളിറ്റി, അതിലെ കൺസിസ്റ്റൻസി, കസ്റ്റമർ എക്സ്പീരിയൻസ്, നിങ്ങൾ ആളുകളോട് സംസാരിക്കുന്ന രീതി, ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, പിന്നെ ആളുകൾക്ക് നിങ്ങളോടുള്ള ട്രസ്റ്റ്, ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ബ്രാൻഡിങ് എന്ന പ്രോസസ്സ്. ഇനി നിങ്ങൾക്കും എനിക്കുമൊക്കെ അറിയാവുന്ന ആ ചെറിയ ചായക്കടയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ആ ചെറിയ ചായക്കട. അവിടെ പ്രൊഫഷണൽ ലോഗോ ഉണ്ടാവില്ല, കാച്ചി സ്ലോഗൻ ഉണ്ടാവില്ല, എന്തിന് വലിയ സൈൻ ബോർഡ് പോലും ഉണ്ടാവണമെന്നില്ല. എന്നാലും നമ്മളൊക്കെ എപ്പോഴും അവിടേക്ക് പോകും. എന്തുകൊണ്ട്? കാരണം അവിടുത്തെ ചായക്കും കടിക്കും ടേസ്റ്റ് എപ്പോഴും ഒരുപോലെയായിരിക്കും. അവർ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. അവർ പറയുന്നത് പോലെ തന്നെ ഡെലിവർ ചെയ്യും. ബ്രാൻഡിങ് എന്ന ചെല്ലപ്പേര് വിളിച്ചില്ലെങ്കിലും ഇതും ബ്രാൻഡിങ് തന്നെയാണ്. വലിയ സ്കെയിലിൽ പ്രൊഡക്ട്സ് ഓർ സർവീസസ് വിൽക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞ ലോഗോയും കാര്യങ്ങളും ഒക്കെ പ്രധാനമാണ്. പക്ഷേ അത് മാത്രമല്ല ബ്രാൻഡിങ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ ചായക്കട ഉദാഹരണം ഞാൻ പറഞ്ഞത്. മാർക്കറ്റിംഗ് വഴി ഇന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസിൻ്റെ അടുത്ത് ആളുകൾ എത്തും. പക്ഷേ ഇനിയും അങ്ങനെ വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നേരത്തെ പറഞ്ഞ ക്വാളിറ്റി, കൺസിസ്റ്റൻസി, ട്രസ്റ്റ് എന്നീ ഫാക്ടേഴ്സ് അനുസരിച്ചാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കച്ചവടമല്ല ബ്രാൻഡിങ്, എന്നും കച്ചവടം നടക്കാനാണ് ബ്രാൻഡിങ്.